ജെട്ടിയിൽ വാട്ടർ മെട്രോയുടെ ബോട്ട് നിർത്തിയിട്ടിരുന്ന ജങ്കാറിലിടിച്ച് അപകടമുണ്ടായി. ആർക്കും പരിക്കില്ല. എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന ബോട്ടാണ് ഇടിച്ചത്. റോറോ സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. എസ് ശരൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരൺ, എന്താണ് സംഭവിച്ചത്? നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അതിന്റെ CCTV ദൃശ്യങ്ങൾ കാണാം. വാട്ടർ മെട്രോയുടെ ബോട്ട് ജങ്കാറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു അല്ലേ സർവീസ്? വിനീത, സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് വൈപ്പിനിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു വാട്ടർ മെട്രോയുടെ ബോട്ട്. ഈ ബോട്ട് വൈപ്പിനിലേക്ക് എത്തുന്ന സമയത്ത് പിറക് വശം വന്ന് നിർത്തിയിട്ടിരുന്ന ജങ്കാറിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് വേലിയിറക്കത്തിന്റെ സമയമായിരുന്നു. അപ്പോൾ നിയന്ത്രണം വിട്ടാണ് ബോട്ട് ജങ്കാറിൽ ഇടിച്ചതെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായെന്നുള്ളതാണ്. പക്ഷേ യാത്രക്കാർക്കാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ അപകടത്തിൽ ഈ ജങ്കാറിന്റെയും ഒപ്പം തന്നെ ബോട്ടിന്റെയും ഹാൻഡിലുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വാട്ടർ മെട്രോയുടെ ബോട്ട് അത് ഇപ്പോൾ പണികൾക്കായിട്ട്, അതായത് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ റോറോ ജങ്കാർ സർവീസ് താൽക്കാലികമായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരുപാട് യാത്രക്കാർ ഇത്തരത്തിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനായിട്ടൊക്കെ തന്നെ അവിടെ വന്നിരുന്നതാണ്. പക്ഷേ ഈ ജങ്കാർ സർവീസ് താൽക്കാലികമായി മുടങ്ങിയുകൊണ്ട് തന്നെ കുറേ അധികം സമയം അവർക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ജങ്കാറിന്റെ ഹാൻഡിൽ തകർന്നുകൊണ്ട് തന്നെ അത് ശരിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ആ പണികളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ട് ഇപ്പോൾ ജങ്കാർ സർവീസും പുനരാരംഭിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും ജങ്കാർ പുനരാരംഭിച്ചിരിക്കുന്നതാണ്. എസ് ശരൺ നൽകുന്ന വിവരം.